ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നാണ് ഞങ്ങളുടെ സബ് ജില്ലാ സ്പോർട്സ് ഒക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പോർട്സ് കഴിഞ്ഞാൽ നേരെ വന്നിട്ടുള്ളത് ചെറുപ്പുളശ്ശേരിയിലെ ന്യൂട്രോക്കാണ്. ഏതാ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഞാൻ ബർത്ത്ഡേക്ക് പോലും ഒരു ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള പ്ലാനിൽ നേരെ ന്യൂട്രോക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ന്യൂട്രോയിൽ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൂസ് ചെയ്ത ഒരു ബൊക്ക, അതിൽ ഫെറാറോ റോഷറിൻ്റെ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബൊക്കയാണ് കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു സെറ്റ്, പിന്നെ ഒരു പെർഫ്യൂം ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ വന്നിട്ട് ബൊക്ക നമ്മുടെ വൈഫിനോട് കൊടുത്തു. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ബാക്കി 2 ഗിഫ്റ്റ് ഞാൻ നേരെ വന്ന് നമ്മുടെ റൂമിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടോ. ഒന്ന് ഓളെ ബാഗിലും പിന്നെ ഒന്ന് ഞാൻ തലേണ്ട ചോട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് തലേണ്ട മുകളിൽ ഞാനാണ് കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് അവളെ വിളിച്ചു. ഞാൻ റൂമിൽ ഇങ്ങനെ ഗിഫ്റ്റ് വേറെ വെച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടോ. അങ്ങനെ ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടോ. ആൾക്ക് ഭയങ്കര കാര്യമായിട്ട് എല്ലാ ഭാഗത്തും തിരഞ്ഞു നോക്കിട്ടോ. എല്ലാ മെയിൻ സ്ഥലങ്ങളും തിരഞ്ഞു നോക്കി അവസാനമാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടത് കേട്ടോ. തെരഞ്ഞ് ആള് സത്യം പറഞ്ഞാൽ കുഴങ്ങിട്ടോ. ലാസ്റ്റാണ് ആൾ കണ്ടുപിടിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെറ്റായിരുന്നു, ഒരു കോംബോ സെറ്റ് ആയിരുന്നു കേട്ടോ. പല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആയി വരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഷുഗറൊന്നും ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ആൾ കുറേ തിരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് തിരഞ്ഞ് സ്വന്തം ബാഗിൽ നിന്ന് തന്നെ ഗിഫ്റ്റ് കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കണ്ടുപിടിച്ച പൊലുവിൽ ഗിഫ്റ്റ് കൊണ്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് ഗിഫ്റ്റ് നേരെ ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. ഗിഫ്റ്റിൽ എന്തായിരുന്നു, നല്ല അടിപൊളി ഒരു പെർഫ്യൂമിൻ്റെ സെറ്റായിരുന്നു കേട്ടോ. പെർഫ്യൂമിൻ്റെ കോംബോ ആയിരുന്നു കേട്ടോ. അത് മെൻസിനും അതുപോലെ ലേഡീസിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഫ്രാഗ്രൻസ്, 4 വെറൈറ്റി ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സെല്ലാം മാറ്റി നേരെ ചെറുപ്പുളശ്ശേരി ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നിട്ടുള്ളത് ചെറുപ്പുളശ്ശേരിയിലുള്ള എയർഡൈൻ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. എനിക്കങ്ങനെ കാര്യമായിട്ട് വിശക്കണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ബട്ടർ നാനും അതുപോലെ തന്തൂരി ചിക്കൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫുഡിൻ്റെ പേയ്മെൻറ്റൊക്കെ നമ്മുടെ വൈഫ് തന്നെയാണ് കൊടുത്തത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ വരുമ്പോൾ നല്ലൊരു അടിപൊളി നട്ട്സിൻ്റെ ഒരു കേക്ക് വാങ്ങിട്ടോ. നല്ല വെറൈറ്റി കേക്ക് ആയിരുന്നു കേട്ടോ. കേക്ക് കണ്ടപ്പോൾ നമ്മുടെ ശിതാപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൾ കേക്കിൻ്റെ ഭയങ്കര വലിയ ഫാനാണ് കേട്ടോ. ഇതിൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. കേക്കും അതുപോലെ ഫുഡൊക്കെ സ്പോൺസർ ചെയ്ത് നമ്മുടെ വൈഫായിരുന്നു കേട്ടോ. എന്തായാലും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് നല്ലൊരു ട്രിപ്പ് പോയിട്ടൊക്കെ സെറ്റാവണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് സബ് ജില്ലാ സ്പോർട്സ് ഒക്കെ വന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തിട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും കൂടുതൽ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ചെയ്യാൻ പടച്ചോന് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.